ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വാച്ച് ഡയറി ടു. അപ്പോൾ ഞാൻ ഇന്നലെ കോണിക് സെക്ഷൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് +1 മാത്സ് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നവർക്ക് ഒരു സ്റ്റഡി പ്ലാനായിട്ട് എഴുതുന്നത്. അപ്പോൾ ഞാൻ +1 മാത്സ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. എനിക്ക് +1 80-ൽ 73 മാർക്ക് ഉണ്ടായിരുന്നു. സി നോക്കുകയാണെങ്കിൽ എനിക്ക് 53 മാർക്സ് ഉണ്ട് 60-ൽ. പക്ഷേ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് ചെയ്ത് നോക്കാം, ജസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യുന്നത് നല്ലത്, എന്തുകൊണ്ട് ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. അപ്പോൾ എനിവേ, ഇപ്പോൾ ഇന്ന് ഞാൻ 4 o'clock തൊട്ട് ഏകദേശം പഠിക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് ഇപ്പോൾ ബയോളജി ഇമ്പ്രൂവ് ചെയ്തവരെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഫിസിക്സ് ബയോളജി എക്സാം നല്ല ഈസി ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഫിസിക്സ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഈസി ആയതല്ല അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടും, നമുക്ക് ടഫായത് അവർക്ക് ഈസി ആയിട്ട് ഇടുക, അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ട്. എൻ്റെ നിഗമനം കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിവേ ഒന്ന് പഠിച്ച് നോക്കാൻ നോക്കും. ഇത്ര 2 ദിവസം ഞാൻ നല്ല സൂപ്പറായിട്ട് വളർത്തി. പിന്നാണ് അപ്പോൾ അങ്ങനെ പഠിച്ചു നോക്കാൻ നോക്കിയിട്ടാണ്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഏകദേശം പഠിക്കാൻ തുടങ്ങിയത്. രാവിലെ ഒന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. എജുപോർട്ടിൻ്റെ എക്സാമിനറിൻ്റെയും സൈലത്തിൻ്റെയും ക്ലാസ് നടന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഇവരുടെ എല്ലാവരുടെയും വേസ്റ്റ് മനസ്സിലാവും. അപ്പോൾ ഞാൻ കാൽക്കുലസ് മെയിൻലി കണ്ടത് എജുപോർട്ടിലെ ശ്യാമൽ സാറിൻ്റെ ക്ലാസ്സാണ്. എനിക്ക് കുറച്ചുകൂടെ മനസ്സിലായത് എങ്ങനെയാണ്. ബാക്കി എല്ലാവരുടെയും ക്ലാസ് നല്ലതാണ്. ഫുഡ് സാറിൻ്റെ ക്ലാസ് നല്ലതാണ്, ആലൻ സാറിൻ്റെ ക്ലാസ് നല്ലതാണ്. എനിക്ക് എക്സാമിനും സൈലം എല്ലാം എനിക്ക് ഒരേപോലെയാണ്. ഞാൻ എല്ലാത്തിൻ്റെയും ക്ലാസ് ഏകദേശം കാണും. ഞങ്ങളുടെ നല്ല പെയിനാണ്. അപ്പോൾ എല്ലാവരും വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ, സോറി. അപ്പോൾ ഞാൻ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് NCERT ടെസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ്. +2 പോലെ തന്നെ NCERT ടെസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആൽബിൻ കാട്ടകട സാറിൻ്റെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആ ഒരു പ്ലാനിലാണ് പഠിക്കുന്നത്. മിസ്ലേനിയസ് എക്സാമ്പിൾ നോക്കാം. എക്സസൈസ് നോക്കുന്നതിനെ പറ്റി എനിക്ക് അത്ര അഭിപ്രായമില്ല. കാരണം അത് എത്ര കണ്ട് സക്സസ് ആവുമെന്ന് അറിയില്ല. കാരണം ഇത്ര ദിവസം ഞാൻ ഉഴപ്പിയ സ്ഥിതിക്ക് എന്താ ഈ വെറും ഇന്ന് കൂട്ടാൻ പറ്റത്തില്ല. ഇനി 2 ദിവസമേ ഉള്ളൂ നമ്മൾക്ക്. അതുകൊണ്ട്